നമസ്കാരം. ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം കടയ്ക്കലിൽ 5 കടകളിൽ മോഷണം. ഒരു തുണിക്കടയിലും ഹോട്ടലിലും കോഴിക്കടയിലും പച്ചക്കറിക്കടയിലുമാണ് മോഷണം നടന്നത്. പിൻവശത്തെ ഷട്ടറുകളും കമ്പികളും തകർത്താണ് മോഷ്ടാക്കൾ അകത്തു കടന്നത്. AC-യുടെ ഹോളും കോഴിക്കടയുടെ പിൻവശത്തെ ഷീറ്റും തകർത്ത നിലയിൽ കാണപ്പെട്ടു. ഇന്നലെ രാത്രി കടയ്ക്കൽ ടൗണിൽ നമ്മളെ ഒൻപേ റോഡിന്റെ അവിടെ 3 കട, അകത്തളം ഹോട്ടല്, പിന്നെ അവിടെ ഒരു കോഴിക്കട, ഒരു വെജിറ്റബിൾ കട. അകത്തളം ഹോട്ടലിൽ 12,000 രൂപ ഉണ്ടായിരുന്നു. കൗണ്ടർ കുത്തിപ്പൊളിച്ച് അകത്ത് കടന്ന് അത് മോഷണം പോയി. അതുപോലെ തന്നെ പച്ചക്കറി വെജിറ്റബിൾ ഷോപ്പിൽ നിന്ന് 11,000 സംതിങ് രൂപ അതും പോയി. പിന്നെ കോഴിക്കടയിൽ നിന്നും പൈസ പോയതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. ഈ ഡ്രീംസ് ടെക്സ്റ്റൈൽസിൽ നിന്ന് രാവിലെ വന്ന് മുതലാളി തുറന്ന് കൗണ്ടർ നോക്കിയപ്പോഴാണ് അറിയുന്നത്. കാരണം പുറമെ ഒന്നും പൊളിച്ചിട്ടില്ല. അതിന്റെ പുറകെ സൈഡിൽ കൂടെ വന്ന് ACP പൊളിച്ച് ആ AC പൊളിച്ച് അകത്ത് അപ്സ്റ്റെയർ വഴി ഇറങ്ങി വന്നാണ് കൗണ്ടറിൽ 50,000 രൂപ പൈസ ക്യാഷ് ഉണ്ടായിരുന്നു. അതും കവർന്നെടുത്തിട്ട് പോയി. ഇതിനു മുമ്പും മോഷണ സമയം വ്യാപകമായി മോഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓണക്കാലമായി വ്യാപാരികളെല്ലാം ഇത്തരം ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം കടയ്ക്കൽ ടൗണിൽ ഇന്നലെ 4 കടകളിലാണ് കയറിയിട്ടുള്ളത്. ഇതിനു മുമ്പ് പള്ളിമുക്ക് കടയിൽ കയറിയിട്ടുണ്ട്. അതാണ്. കടയ്ക്കൽ ടൗണിലെ തുണിക്കടയിൽ നിന്നും 50,000 രൂപയും മാർക്കറ്റിന് സമീപത്തെ ഹോട്ടലിൽ നിന്നും 10,000 രൂപയും കോഴിക്കടകളിലും പച്ചക്കറി കടകളിലും നിന്നും മേശയിലുണ്ടായിരുന്ന പണവും കവർച്ച നടത്തി. കടയ്ക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയാണെന്നും കടയ്ക്കൽ പോലീസ് അറിയിച്ചു. ട്രൂത്ത് വിഷൻ ന്യൂസ്, ചടയമംഗലം. കോഴിക്കട അകത്തളം അതിൻ്റെ പറഞ്ഞ പച്ചക്കറി കാണാതെയും